ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പനി വന്ന് കിടപ്പിലായതിനു ശേഷം ഫോൺ നേരെ യൂസ് ചെയ്യാറില്ല, വീഡിയോസ് ഒന്നും എടുക്കാറില്ല, വീഡിയോസ് ഇടാറില്ല. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇട്ടതാണൊരു വീഡിയോ ആണിത്. അപ്പോൾ മറക്കാതെ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാത്രി യാത്ര ഇഷ്ടമല്ലാത്തത് ആരായിട്ടില്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പനി വന്ന് കിടപ്പിലായതിന് ശേഷം ഒരാഴ്ച മേലെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രാവൽ. അതായത് രാത്രി മഴയില്ല എങ്കിലും മഴ പെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വന്നത് നെഹദിയിലാണ് കേട്ടോ, പാലക്കാട് നെഹദിയിൽ കുഴിമന്തി കഴിക്കാനാണ്. ഈ പനി വന്ന് കിടന്നാൽ നമ്മുടെ ഞാവൊക്കെ ചത്തുപോകുമല്ലോ. അപ്പോൾ ഈ എരിവും മസാലയൊക്കെ കഴിക്കാനുള്ളൊരു പൂതി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കയറിപ്പോയതാട്ടോ. കഴിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് അങ്ങനെ ഞാൻ രാത്രി പോയി. നമ്മളങ്ങനെ പോയിട്ട് അവിടെ നിന്ന് കുഴിമന്തി കഴിച്ചു. ഷവായാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇത്തിരി എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ഉള്ളത് അങ്ങോട്ട് കഴിച്ചപ്പോഴാണ് എനിക്ക് ഇത്തിരി ആശ്വാസമായത്. അപ്പോൾ നമ്മളൊരു ഷവായും ബീഫും അതേപോലെ അൽഫാമും അതും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് അത് സത്യം പറയാമല്ലോ, കുറേ ഫുഡൊന്നും നേരെ കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ആ എരിവൊക്കെ തട്ടിയപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുള്ളൂ എന്ന് പറയാമല്ലോ സത്യമായിട്ടും. അപ്പോൾ എനിക്ക് പിന്നെ ഒന്ന് മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാത്രി അത്യാവശ്യം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഞാനും മോനൂട്ടിയും ഇക്കയും കൂടെ ആയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നു, കഴിച്ചു. പിന്നെന്താ, അവൻ അതിൻ്റെ ഇടയിൽ കൂടെ സൂപ്പർ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ഷവായിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ എല്ലാവർക്കും, മസാലയുള്ളത് കൊണ്ടേ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്താ പറയുക, പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചിരുന്നു. തണുപ്പാണ് എങ്കിലും അവൻ ഐസ്ക്രീം വേണം പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു കേട്ടോ. വീട്ടിൽ പോയി കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല. ലാസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞ് ഒരേ വാശിയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ച് പിന്നെ മെല്ലെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടാണ്. വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ പാലക്കാട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടെൻഡൻസി ഇല്ലാതായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ ചെവിയൊക്കെ ബാലൻസ് ചെയ്തിട്ടാട്ടോ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.